അസുവാന്റെ കൂടെയുള്ള ഡേ 2 ആണ്. തലേദിവസം നൈറ്റൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അവളെ കൊണ്ട്. അതിപ്പോൾ നാത്തൂൻ്റെ കൂടെ ആയാലും എൻ്റെ കൂടെ ആയാലൊക്കെ തന്നെ രാത്രി ഉറങ്ങാനാണെങ്കിലും അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാറില്ല. ഞാനിവളെ ഉറക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ഒരു താരാട്ടുപാട്ട് വെച്ചിട്ട് അപ്പം എൻ്റെ അടുത്ത് പറയും, ഈ പാട്ട് വേണ്ട, എനിക്ക് വേടൻ്റെ പാട്ട് മതിയെന്ന്. കാലം പോയൊരു പോക്കേ. രാവിലെ ആൾക്ക് എണീക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ. ഞാൻ ഇടക്കിടക്ക് പോയി വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എന്നെ തല്ലി ഓടിക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 10 മണിയായി ആൾ എണീറ്റപ്പോൾ തന്നെ ഞാൻ കുറച്ച് ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ആളങ്ങനെ കഴിച്ചില്ല. കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഫെറാറോ ന്യൂട്ടല്ല കുക്കി പൈ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റമാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ കേക്ക് ബൈ റിഫ എന്ന് പറയുന്ന ആൾ എനിക്ക് 100K അടിച്ചതിൻ്റെ ഭാഗമായിട്ട് അയച്ചു തന്നെയാണ്. ഉച്ചക്ക് പള്ളിയിൽ പോകാൻ ഷിനാജ് വരുന്ന വഴി കൊറിയർ ഓഫീസിൽ നിന്ന് അത് എടുത്തിട്ട് വന്ന് അങ്ങനെ കിട്ടിയപ്പോൾ തന്നെ ആളത് കഴിച്ചു നോക്കി. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കേണ്ട ടൈമല്ലേ, അപ്പോൾ ചോറ് കഴിച്ചിട്ട് കഴിക്കാൻ ഓർത്ത് അവിടെ വെച്ച്. ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കാൻ കണ്ടിട്ട് അസുവാക്ക് ഒറ്റക്ക് കഴിക്കണമെന്നും പറഞ്ഞ് പ്ലേറ്റിൽ ഞാൻ കുറച്ച് ചോറിട്ട് കൊടുത്തിട്ട് ആൾ ഒറ്റക്കാണ് കേട്ടോ കഴിച്ചത്. അവളെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല വിധത്തിലെ ശ്രമങ്ങൾ നടത്തി, പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ആൾ വന്നില്ല കേട്ടോ. പിന്നെ ഷിനാജിനെയും കൊഞ്ചിച്ച് അവിടെ കുറേ നേരം കിടന്ന്. അങ്ങനെ ഷിനാജ് തിരിച്ച് വർക്കിന് പോയി. ഈ ഒരു സാധനം ഇല്ല, ഇൻസ്റ്റാഗ്രാം തുറന്ന ഫുൾ ഇതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാണുമ്പോഴൊക്കെ ഞാൻ വാങ്ങിച്ച് കഴിക്കണം ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ആളെനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചത്. 100K അടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇത് സെൻഡ് ചെയ്യട്ടേന്ന് ചോദിച്ച്. തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ അപ്പം തന്നെ പറഞ്ഞ് അയച്ചോളാൻ. അയച്ചൊരു 3-ാമത്തെ ദിവസം, അതായത് മെസ്സേജ് അയച്ചൊരു 3-ാമത്തെ ദിവസം തന്നെ എനിക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാട്ടോ, നല്ല കിടിലൻ സാധനമാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. എങ്ങനെയൊക്കെയാണ് അസുവാനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയതേ, മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട്. അപ്പോഴത്തേക്കും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും ഓളും കൂടെ അൺബോക്സ് ചെയ്യുവാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഷൂറാക്കാണ് കേട്ടോ. കാരണം നമുക്ക് ഇവിടെ ചെരുപ്പ് വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല. അവിടെ ഇവിടെ ഇട്ടിട്ട് മഴയൊക്കെ കൊണ്ടിട്ട് ചെരുപ്പെല്ലാം ചീത്തയായി പോവാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ഷൂറാക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ നോക്കിയിട്ട് ഭയങ്കര റേറ്റ് കുറവിൽ വാങ്ങിച്ചതാണ്. പക്ഷേ അത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും എനിക്കത് ഫിറ്റ് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ ഷിനാജ് വന്നിട്ട് ഫിറ്റ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞാനത് അവിടെ വെച്ച്. എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തിരുന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് തിരിച്ച് വന്നപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണിത്. അസുവാൻ്റെ എല്ലാ കലാവിരുദ്ധകളും എൻ്റെ ഉമ്മാൻ്റെ മുഖത്തവൾ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ചെരുപ്പുകളൊക്കെ കിടക്കുന്നുണ്ടല്ലേ. ആ ഒരു ഭാഗം ഞാൻ എന്തായാലും വൃത്തിയാക്കി ചെരുപ്പൊക്കെ അടുക്കി പിറക്കി വെച്ച്. അപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പെയ്തു കേട്ടോ. പിന്നെ രാത്രി അസുവ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ള പരിപാടികളായിരുന്നു. ഈ ഒരു ലിപ്സ്റ്റിക് കണ്ടില്ലേ, അതെനിക്ക് തോന്നുന്നു ആ കുപ്പി കാലിയാക്കിയൊന്ന് മൊത്തം എടുത്ത് അവിടെ ഇവിടെയൊക്കെ തേച്ച് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ഷിനാജ് വർക്ക് കഴിഞ്ഞ് വന്ന് ഷിനാജിനെ കണ്ടാൽ പിന്നെ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഷിനാജിൻ്റെ അടുത്ത് ആ ഷൂറാക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത്. ആൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത്. അപ്പോൾ ഇതിൽ ചെരുപ്പൊക്കെ അടുക്കി വെച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാവേ.